ചൂരൽമലയിലെ ദുരന്ത ബാധിതരായ ലീഗ്, കോൺഗ്രസ്, BJP പ്രവർത്തകരായ 33 കുടുംബങ്ങൾ CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വളരെ കൃത്യമായ കാര്യമാണ്. ഈ ദുരന്ത സമയത്തൊപ്പം ഉണ്ടായിരുന്നത് CPIM എന്ന് പറയുന്ന പാർട്ടിയും സംസ്ഥാന സർക്കാരുമായിരുന്നു. എന്താണ് BJP എന്നും എന്താണ് ലീഗ് എന്നും എന്താണ് കോൺഗ്രസ് എന്നും ദുരന്ത സമയത്ത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അവർ പറയുകയും ചെയ്തത്. വിവരങ്ങളുമായി ഇപ്പോൾ PV ജോഷില ചേരുന്നുണ്ട്. ജോഷില, വളരെ കൃത്യമായി ഈ CPM-നൊപ്പം ചേർന്നവർ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്നത് കണ്ടു. അവിടെ MLA വളരെ കൃത്യമായി MLA ദുരന്ത ബാധിതരുടെ പേരിൽ പണം വാങ്ങി, പക്ഷേ തെളിവുകളില്ലാത്തത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുകയും ചെയ്തു. വളരെ കൃത്യമാണ് അവരുടെ നിലപാട്. ആ ദുരന്ത സമയത്തുണ്ടായിരുന്നത് പാർട്ടി CPIM-ഉം അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മാത്രമായിരുന്നു. മറ്റുള്ളവർ നടത്തിയത്, ലീഗായാലും കോൺഗ്രസ് ആയാലും ഒക്കെ നടത്തിയത് പൊറാട്ട് നാടകം തന്നെയായിരുന്നു. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനാകുന്നത്? സിജു, ദുരന്ത ബാധിതർ അവരുടെ യഥാർത്ഥ വസ്തുത പുറത്തു പറയുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്ന് വേണം പറയാൻ. ദുരന്ത ബാധിതരായ CPIM, അതുപോലെ തന്നെ BJP, കോൺഗ്രസ്, ലീഗ് നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. 33 കുടുംബങ്ങളാണ് ഇന്ന് CPIM-ലേക്ക് വരുന്നത്. അതിന്റെ വാർത്താ സമ്മേളനമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. അവർ ആരോപിക്കുന്ന പ്രധാന കാര്യങ്ങൾ, ദുരന്ത സമയത്ത് നമ്മളോടൊപ്പം കൂടെ നിന്നത് ാണ് ഇടതുപക്ഷ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിരുന്നു. എന്നാൽ മേപ്പാടി പഞ്ചായത്തും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഭരിച്ച കോൺഗ്രസും ലീഗും നേതാക്കൾ ചെയ്തത് മുഴുവൻ DDMA ആണ് ഇത് സർക്കാരിന് ലിസ്റ്റ് തയ്യാറാക്കി നൽകിയത്. ആ ലിസ്റ്റിൽ ലീഗ് അനുഭാവികളെയും ലീഗിന്റെ പ്രവർത്തകരെയും കോൺഗ്രസിന്റെ ചില ആളുകളെയും മാത്രമാണ് ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ ദുരന്ത ബാധിതർക്ക് നൽകിയ പല സാധനങ്ങളും അവർക്ക് മാത്രമായി നൽകുന്ന പ്രവണത അത് കാണിച്ചത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ദുരന്ത സമയത്ത് പോലും അത്തരത്തിൽ വേർതിരിവ് കാണിക്കാൻ ഇടയായി. പിന്നീട് സമരം ചെയ്താണ് മറ്റുള്ളവർക്ക് നേടിയെടുക്കേണ്ടി വന്നത്. അതിന് സഹായിച്ചത് സർക്കാരും സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് CPIM അടക്കമുള്ള നേതാക്കളുമാണ്. കൃത്യമായി ഇതൊക്കെ തന്നെ എല്ലാ ജനങ്ങളിലേക്കും ഒരുപോലെ എത്തിക്കാൻ സഹായിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് ഞങ്ങളുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് അത് കോൺഗ്രസ് നേതാവായ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന നസീറാണ് ഇപ്പോൾ മാധ്യമങ്ങളോടക്കം സംസാരിച്ചത്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമം നടത്തിയത് അവരുടെ ലാഭം നോക്കിയാണ്. കോൺഗ്രസ് നേതാക്കൾ അവർക്ക് എന്ത് കിട്ടും എന്ന് നോക്കിയാണ് വയനാട്ടിൽ ദുരന്ത ബാധിതർക്കായി വീട് വെക്കാൻ ഭൂമി നോക്കിയത്. അതുകൊണ്ട് മാത്രമാണ് അവരുടെ ലാഭത്തിനനുസരിച്ച് ഭൂമി ലഭിക്കാത്തത് കൊണ്ടാണ്, ഓരോ വ്യക്തിയും അവർക്ക് ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ഭൂമി കിട്ടാതെ പോയത്. അല്ലാതെ വയനാട്ടിൽ ഇഷ്ടം പോലെ ഭൂമി ലഭിക്കാനുണ്ട്. ആ ഭൂമി ഞങ്ങൾ കണ്ടെത്തി തരാം എന്നാണ് ഇപ്പോൾ നസീർ ആലക്കൽ പറഞ്ഞത്. അതായത് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായും ഈ ദുരന്ത ഭൂമിയിൽ പോലും ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ T. സിദ്ദിഖ് MLA-ക്കെതിരെയും MLA അടക്കം പണം വാങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദുരന്ത ഭൂമിയിൽ നടത്തിയത്. MLA-ക്ക് ലാഭമുണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. കൂടുതൽ തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യങ്ങൾ വന്ന് തെളിയിച്ചു പറയാത്തത്. എന്നാൽ പോലും MLA ഇത്തരത്തിൽ വേർതിരിവ് കാണിച്ചു, അല്ലെങ്കിൽ ദുരന്ത ഭൂമിയിൽ പോലും ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു, സ്വന്തം ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവടക്കമുള്ള ആളുകൾ, ചൂരൽമലയിലെയും മേപ്പാടിയിലെയും ആളുകൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ടൗൺഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ പലരെയും പുറന്തള്ളിയപ്പോൾ സർക്കാരാണ് ഞങ്ങളെ സഹായിച്ചത്. ആ ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടി സർക്കാർ കൃത്യമായി എല്ലാ പദ്ധതികളും എല്ലാ ജനങ്ങളിലേക്കും ഒരുപോലെ എത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ദുരന്ത ഭൂമിയിൽ നിന്നുകൊണ്ട് ദുരന്ത ഭൂമിയിൽ ലാഭമുണ്ടാക്കാനാണ് കോൺഗ്രസ് ലീഗ് നേതാക്കൾ ശ്രമിച്ചത്. ഇതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. ശരി ജോഷിലയാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.